ഉണ്ടാ മക്കളെ, നമുക്ക് കുറച്ച് കണക്റ്റഡ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാം. കുറച്ച് എക്സാമ്പിൾസ് അതിനെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നൊക്കെ പഠിക്കാം. സൈഡിൽ എഴുതേണ്ടത് masses connected by string, string, right? Masses connected by string. For example ആണ്, ഇതൊരു ഫ്രിക്ഷൻലെസ് സർഫസ് ആണ്. ഫ്രിക്ഷൻ ഒന്നും കൺസിഡർ ചെയ്യണില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് മാസസ് ഉണ്ട്, M1, M2, M3. M1, M2, M3. ഈ M3നെ F ഫോഴ്സ് വെച്ച് വലിക്കുന്നുണ്ട്. ഓക്കെ, M3നെ F ഫോഴ്സ് വെച്ച് വലിക്കുന്നുണ്ട്. സിസ്റ്റം മൊത്തം A ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കണം വെച്ചാൽ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. പിന്നെ കയറ് വെച്ച് വലിക്കുമ്പോൾ ഇവനെ ഇങ്ങനെ വലിക്കുമ്പോൾ കയറ് വലിയൂലേ? കയറ് വലിയുമ്പോൾ അതിൻ്റെ ഇടയിലൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും അല്ലേ? അതെ, നമ്മൾ പഠിച്ചാണ് ബൈ ഡയറക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇവിടെയും ഡെവലപ്പ് ചെയ്യും. അത് അങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ടേക്കും വലിക്കും, കയറ് വലിഞ്ഞ് നിൽക്കും. ഇതാണ് ടെൻഷൻ T1, ഇത് ടെൻഷൻ T2, F. ആ ടെൻഷൻ T1 കാണണം, ടെൻഷൻ T2 കാണണം, ആക്സിലറേഷൻ കാണണം. ഇതൊക്കെയാണ് പരിപാടി. ഓക്കെ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാ പറഞ്ഞ്? ആദ്യം എന്ത് ചെയ്യണം? ഒരു മാസിനെ മാത്രമാക്കി വരയ്ക്കണം, ഫ്രീ ബോഡി ഡയഗ്രാം അല്ലേ? എന്നിട്ട് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യണ എല്ലാ ഫോഴ്സുകളും മാർക്ക് ചെയ്യണം. അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യണ ഫോഴ്സാണ്, അതുണ്ടാക്കുന്ന ഫോഴ്സ് അല്ല. അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യണ എല്ലാ ഫോഴ്സുകളും മാർക്ക് ചെയ്യണം. എന്നിട്ട് നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് എഴുതണം. കുഴപ്പമില്ല, ചെയ്യുമ്പോൾ മനസ്സിലാവും, സിമ്പിളാണ്. ഓരോന്നോരോന്നായി വരയ്ക്കാം. നമുക്ക് M1നെ വരയ്ക്കാം. എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? താഴേക്ക് M1G ഉണ്ട്, മേലേക്ക് നോർമൽ റിയാക്ഷൻ ഉണ്ട് അല്ലേ? പിന്നെ ഒരു ടെൻഷൻ ഉണ്ട് അല്ലേ? കയറിൻ്റെ മേലുള്ള ടെൻഷൻ. കയറിൻ്റെ മേലെ ടെൻഷൻ എന്ത് ചെയ്യും? മാസിനെ വലിക്കൂലേ? അപ്പോൾ അത് ഈ ടെൻഷനെ നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ. കാര്യം ഇതാണ് ഇവൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. മറ്റേത് ഇവൻ മറ്റവനെ തിരിച്ച് അല്ലെങ്കിൽ തിരിച്ചുള്ള ഡയറക്ഷനിലാണ്. അതല്ല നമുക്ക് വേണ്ടത്. കയർ ഇവൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് മതി. കയർ ഇവൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് T1 ആണ്. പ്രയാസമില്ലാന്ന് തോന്നുന്നു അല്ലേ? കണക്റ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് പോവുക. അപ്പോൾ ഇവൻ്റെ ആക്സലറേഷൻ എന്ത് തന്നെ? A തന്നെ. മക്കൾക്ക് മനസ്സിലാവണ്ടേ? ഇനി അടുത്തത് ഏതാ? M2. താഴേക്ക് M2G ഉണ്ട്, മേലേക്ക് നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എവിടുന്ന വരിക? നിലത്തുനിന്ന് നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഇനി എന്തൊക്കെ ഫോഴ്സ് ഉണ്ടാവുന്നത് നിങ്ങളൊന്ന് മനസ്സിലാലോചിക്കൂ. എന്നിട്ട് ഞാൻ വരയ്ക്കാം ലാസ്റ്റ്. ഇവനെ ബാക്കോട്ടേക്ക് വലിക്കുന്ന T1 ഉണ്ട്, മുന്നോട്ടേക്ക് വലിക്കുന്ന T2 ഉണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആരാ? M3 ഉണ്ട്, താഴേക്ക് M3G ഉണ്ട്, മേലേക്ക് N3 എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ ഉണ്ട്. പിറകോട്ടേക്ക് വലിക്കുന്ന T2 ഉണ്ട്, മുന്നോട്ടേക്ക് വലിക്കുന്ന F ഉണ്ട്. അപ്പോൾ ഇവൻ്റെയും ആക്സലറേഷൻ A തന്നെ, ഇവൻ്റെയും ആക്സലറേഷൻ A തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഫോഴ്സ് ഇക്വേഷൻ എഴുതാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ആദ്യം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇക്വേഷൻ എഴുതാം. ആദ്യം M1ൻ്റെ ഫോഴ്സ് ഇക്വേഷൻ എഴുതാം. M1ൻ്റെ ഫോഴ്സ് ഇക്വേഷൻ എഴുതിയാൽ എന്താ സംഭവിക്കുക? സിഗ്മ ഓവർ Fx ഈക്വൽ ടു MAX എന്നല്ലേ പഠിച്ചേ? എന്നുവെച്ചാൽ എക്സ് ആക്സിസിൽ എല്ലാ ഫോഴ്സുകളും കൂടെ കൂട്ടിയാൽ MAX ആണ്. എക്സ് ആക്സിസിൽ ഒറ്റ ഫോഴ്സ് അല്ലേ ഉള്ളൂ? അതെ. T1 ഈക്വൽ ടു M1A ആണ് ഇക്വേഷൻ 1. ഇനി സിഗ്മ ഓവർ Fy ഈക്വൽ ടു MAY അല്ലേ? എന്നുവെച്ചാൽ
വൈ ആക്സിസിലുള്ള ഫോഴ്സുകളെല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ വൈ ആക്സിസിൽ മേലേക്കും താഴേക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മേലേക്കുള്ളതിനെ പോസിറ്റീവ് എടുത്താൽ താഴേക്കുള്ളതിനെ നെഗറ്റീവ് എടുക്കണം. അപ്പോൾ എന്തിനെ എഴുതും? N1 മൈനസ് M1G ഈക്വൽ ടു M1 ഇൻറ്റു 0. വൈ? വൈ ആക്സിസിൽ ആക്സലറേഷൻ ഇല്ലല്ലോ, വൈ ആക്സിസിൽ മോഷൻ ഇല്ലല്ലോ. അപ്പോൾ മോഷൻ ആക്സലറേഷൻ ഇല്ലല്ലോ, അപ്പോൾ ആക്സലറേഷൻ ഇല്ല, 0. അപ്പോൾ N1 ഈക്വൽ ടു എന്ത് കിട്ടി? M1G എന്ന് കിട്ടി. അപ്പോൾ നോർമൽ റിയാക്ഷൻ M1G ആണ്. ഇനി ഫോർ M2 ഒന്ന് സഹായിക്കാം മക്കള്. M2 എന്താ? M2 പറഞ്ഞേ, ഇക്വേഷൻ പറയും. M2ൻ്റെ ഇക്വേഷൻ എന്താ? M2ൻ്റെ ഇക്വേഷൻ പറഞ്ഞോ. സിഗ്മ ഓവർ എഫ് എക്സ് ഈക്വൽ ടു MAX എന്ന് വെച്ചാൽ എക്സ് ആക്സിസിലെ ഫോഴ്സുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക, അതിന് എക്സ് ആക്സിസിലെ മാസ് ഇൻറ്റു ആക്സലറേഷൻ എഴുതുക. അപ്പോൾ ഇവിടെ T2 വലത്തോട്ടും ഉണ്ട്, T1 ഇടത്തോട്ടും ഉണ്ട്, ബാക്കോട്ടും ഉണ്ട്. അപ്പം അങ്ങോട്ടല്ലേ പോണേ? അപ്പോൾ പോകുന്ന ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യണത് ആ ഡയറക്ഷനിലെ ഫോഴ്സാണ് പോസിറ്റീവ് എടുക്കേണ്ടത്. എങ്ങോട്ടും മൂവ് ചെയ്യണില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പോസിറ്റീവ് എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, എങ്ങോട്ടേക്കെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷനിലെ ഫോഴ്സ് പോസിറ്റീവ് എടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക? T2 മൈനസ് T1 ഈക്വൽ ടു M2A. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ T2 ഈക്വൽ ടു T1 പ്ലസ് M2A. ശരി, അതിൽ T1 ഓൾറെഡി എന്താ കിട്ടിയേ? T1 ഓൾറെഡി കിട്ടി M1A അല്ലേ? സോ ഫ്രം 1 ഇക്വേഷൻ 1ൽ നിന്നും T2 ഈക്വൽ ടു T1ന് പകരം M1A എന്ന് കൊടുക്കുക. M1A പ്ലസ് M2A ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു A. ഓക്കെ, അതാണ് T2ൻ്റെ ഇക്വേഷൻ. നമുക്കതിനെ 2 എന്ന് വിളിക്കാം. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ എഴുതൂ, ഫോർ M3. അത് നിങ്ങൾ പറഞ്ഞു തരണം, ഞാൻ ഒന്ന് സഹായിക്കണോ. അപ്പോൾ ഇതിന് മറ്റേ എഴുതേണ്ട കാര്യമില്ല അല്ലേ? ഇതിന് അത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. മറ്റേ എഴുതേണ്ട കാര്യമില്ല. സിഗ്മ ഓവർ FY എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? M2G മൈനസ് N2 എഴുതേണ്ട കാര്യമില്ല, ശരി, 0. അപ്പോൾ M2G ഈക്വൽ ടു N2 നോർമൽ റിയാക്ഷൻ. എക്സ് ആക്സിസിൽ വരെ വൈ ആക്സിസിൽ വരെ എഴുതി. ഇനി ഇവിടെ പോട്ട് ഫോർ M3. M3ൻ്റെ ഇക്വേഷനുകളൊന്ന് മനസ്സിലാലോചിച്ച M3ൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുക? ഫോർ M3 പറഞ്ഞു എന്താ? അങ്ങോട്ടല്ലേ പോണേ? അപ്പോൾ ആ ഡയറക്ഷൻ ഫോഴ്സാണ് പോസിറ്റീവ്. സോ F മൈനസ് T2 ഈക്വൽ ടു M3A. So F equal to T2 plus M3A. So F equal to T2 already എന്താ കിട്ടിയേ? From 2 M1 plus M2 into A plus M3A. അപ്പോൾ ഇവിടെ A കോമൺ ആണ്. അപ്പോൾ എന്ത് വരും? M1 plus M2 plus M3 ആത്താണ് into A. എന്തായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്തിനു സമാണ്? M1 പ്ലസ് M2 പ്ലസ് M3 ഇൻറ്റു A. അപ്പോൾ ആക്സലറേഷൻ എത്ര വരും? A വിൽ ബി ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. ഓക്കെ. അപ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഇങ്ങനെ മാസുകളെ നമ്മൾ കുട്ടികളൊക്കെ പാട്ട കെട്ടി വലിക്കൂലേ? അപ്പോൾ ഈ പാട്ട കെട്ടി വലിക്കും പോലത്തെ സിറ്റുവേഷനാണ്. അങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ആ സിസ്റ്റത്തിൻ്റെ മൊത്തം ആക്സലറേഷൻ കിട്ടാൻ നിങ്ങൾ കൊടുത്ത ഫോഴ്സിനെ സം ഓഫ് ദ മാസസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ഒരു കാര്യം കൂടെ അറിയാം, ആ സിസ്റ്റത്തിൻ്റെ മൊത്തം ആക്സലറേഷനും അതിൽ ഓരോ മാസിൻ്റെ ആക്സലറേഷനും സെയിം ആയിരിക്കും. എന്നുവെച്ചാൽ M1ൻ്റെ ആക്സലറേഷനും M2ൻ്റെ ആക്സലറേഷനും M3ൻ്റെ ആക്സലറേഷനും ഈക്വൽ ആയിരിക്കും. മാത്രമല്ല മൂന്നാളും കൂടിയുള്ള ഒരുമിച്ച് സിസ്റ്റത്തിൻ്റെ ആക്സലറേഷനും അത് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ജനറലി എന്ത് പറയാം നമുക്ക്? ആക്സിലറേഷൻ ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ സം ഓഫ് മാസസ്.
മൊത്തം മാസുകളുടെ സം എടുത്താൽ മതി. ഇനി ഞാൻ ഇക്വേഷൻ കണ്ടുപിടിച്ച് നോക്കി നോക്കുക. നിങ്ങൾ നോക്കിയാൽ T1 ഈക്വൽ ടു M1A ശരിയല്ലേ? T1 ഈക്വൽ ടു M1A, T2 ഈക്വൽ ടു ഓക്കെ M1 പ്ലസ് M2A. അപ്പോൾ T2 ഈക്വൽ ടു M1 പ്ലസ് M2A. F ഈക്വൽ ടു വാട്ട്? M1 പ്ലസ് M2 പ്ലസ് M3 ഇൻറ്റു A. അപ്പോൾ എന്ത് ചെയ്യാം? ഒരു കയറിലെ ടെൻഷൻ എന്നാൽ കറക്റ്റ് അല്ലേ? നോക്കി നോക്കുക. ഒരു കയറിലെ ടെൻഷൻ എന്നാൽ പിറകിലത്തെ മാസുകളുടെ സം ഇൻറ്റു ആക്സലേഷൻ. നോക്കി നോക്കി. T1 ഈക്വൽ ടു M1A, T2 ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു A. ഗോട്ട് ഇറ്റ്? അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു റിസൾട്ടാണ്. ടെൻഷൻ ഇൻ വൺ സ്ട്രിങ്. ഈ സിറ്റുവേഷനിൽ ടെൻഷൻ ഇൻ വൺ സ്ട്രിങ് ഈക്വൽ ടു സം ഓഫ് മാസസ് ബിഹൈൻഡ്, പിറകിലത്തെ മാസുകളുടെ സമ്മ് ഇൻറ്റു ആക്സിലറേഷൻ. പിറകിലത്തെ മാസുകളുടെ സമ്മ് ഗുണിക്കണം ആക്സിലറേഷൻ. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എടുക്കും വരാവാ. നന്നായിട്ട് പഠിച്ച് റെഡിയായി നിൽക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇനി വീണ്ടും ഇതുപോലത്തെ സിസ്റ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും ഓരോരോ സിസ്റ്റം വെച്ച് പഠിക്കാം. വെറുതെ എഴുതിയെടുത്താൽ പോരാ, അസലായിട്ട് മനസ്സിലാക്കി എഴുതിയെടുക്കണം. ഓക്കെ, ശരി.